ഹലോ എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സെലീനിയം ഐ ഡി ടൂളിലോട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ടൂളിൻ്റെ ഓരോരോ പാർട്ടുകൾ ഏതൊക്കെയാണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി കൂടുതലും ടൂൾസിൻ്റെ കൂടുതൽ യൂസേജ് അറിയണതിന് മുൻപ് നമുക്കൊരു പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെലീനിയം ഐ ഡിയുടെ പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇന്ന് നമ്മൾ എന്താണ് ഇൻഡെപ്ത് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നി, ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഒരു GPay നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട്, ടോക്കൺ ഓഫ് ലവ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് 50 രൂപയോ 10 രൂപയോ എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അത് എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, ഞാൻ വഴി വേറെ കുറച്ച് പേർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി, ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ GPay നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഓക്കെ അപ്പൊ ഞാനൊരു രജിസ്ട്രേഷൻ ഫോം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും മാനുവൽ ടെസ്റ്റിങ്ങിന്റെ പോർഷനിൽ ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരെ രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ ഫോം ജാവ ടി പോയിന്റ് എന്നൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ HTML രജിസ്ട്രേഷൻ ഫോം, ഇതേ സെയിം ഫോം തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതില് മാനുവൽ ടെസ്റ്റിങ്ങിന്റെ പോർഷനിൽ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഫോം ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്താക്കുക, ഈ കോഡ് ഉണ്ടല്ലോ, അതിവിടെ ഒരു കോഡ് കൊടുത്തിട്ടില്ലേ, ഈ കോഡ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് register.html എന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ദെൻ ആ ഫോം വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ അവിടെ സെലീനിയം ഐ ഡിയുടെ പ്രാക്ടിക്കൽസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഫോം വെച്ചിട്ടാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു, ആ ഫോം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സെലീനിയം ഐ ഡി ഓപ്പൺ ചെയ്യണം. എവിടെയാണ് അത്? അതെ, ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡിങ് സ്റ്റാർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ URL ഇവിടെ കൊടുക്കാം. ഓക്കെ, ഏതാ URL എന്ന് വെച്ചാൽ ആ URL ഇവിടെ കൊടുക്കണം. ദെൻ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വാല്യൂസ് എൻ്റർ ചെയ്യണു. ഒക്കെ ആദ്യം വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്യാം. നിമിഷ ഡേവിസ്, ഏജ് 23, ഫീമെയിൽ. ദെൻ ഞാൻ MSc, മെയിൽ ID nimisha@gmail.com, ഫോൺ നമ്പർ 8129426863, ലാംഗ്വേജ് ഹിന്ദി, അറബിക്ക്. അത് അലൈൻമെൻറ്റ് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ 4 ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്. ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇമേജ് ഇല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ എന്താണ്, സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഓക്കെ, ഇനി അഗെയിൻ എടുക്കുമ്പോൾ ഇവിടെ പോയിട്ട് എടുക്കല്ല വേണ്ടത്. ഇതാണ് ഈ ID തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. റെക്കോർഡിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊക്കെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് വരെ എല്ലാം എന്തായി, ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഞാനിത് സേവ് ചെയ്യുന്നു. ഈ ടെസ്റ്റ് കേസ്, ഇതിനെ ടെസ്റ്റ് കേസ് എന്നാ പറയാം. ഓക്കെ, അപ്പം അത് ഞാൻ സേവ് ചെയ്യുന്ന ഫയലിൽ സേവ് ടെസ്റ്റ് കേസ് ആസ് എന്ന് കൊടുത്തിട്ട് ഞാൻ എന്താക്കുന്നു, ഇപ്പോൾ ഷാനിംസ് അക്കാദമിയിൽ ഞാനിവിടെ ഒരു ഫോൾഡർ വേണമെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇതെന്തായിരുന്നു, സെലേനിയം ID അല്ലേ, സെലേനിയം IDയുടെ ഓക്കെ രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കേട്ടോ. ഇപ്പം ഞാൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇട്ടോന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്താക്കാം, ഫയൽ നെയിം കൊടുക്കാം. ടെസ്റ്റ് കേസിൻ്റെ പേര് ഞാനിപ്പോൾ വാലിഡ് ഡാറ്റാസ് എന്ന് കൊടുത്തു. പക്ഷെ കംപ്ലീറ്റ് നമ്മൾ വാലിഡ് ഡാറ്റാസ് അല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഇത് കൊടുക്കാനായിട്ട്. അത് ചിലപ്പോൾ വലുതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഫോം ആയിരിക്കാം. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ VD എന്ന് മാത്രം ഇട്ടാൽ മതി, വാലിഡ് ഡാറ്റാസ്. ഇത് ഫ്രഷേഴ്സ് ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫയൽ നെയിം കൊടുക്കണം, സ്പേസ് വരാൻ പാടില്ല, പകരം അതിന് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ സേവ് കൊടുക്കുക. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്താക്കുക, ഫയലിൽ സേവ് ടെസ്റ്റ് സ്യൂട്ട് ആസ് എന്നും കൂടിയും സേവ് ചെയ്യണം, ഒരു ടെസ്റ്റ് സ്യൂട്ട് ആയിട്ട്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താണ് രജിസ്ട്രേഷൻ തന്നെ കൊടുക്കണം, രജിസ്ട്രേഷൻ ഫോം എന്ന് കൊടുക്കണം. ഓക്കെ, സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന ഈ ടെസ്റ്റ് കേസ് മുഴുവൻ ഈ രജിസ്ട്രേഷൻ ഫോമിൻ്റെ ആയിരിക്കും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു ടെസ്റ്റ് കേസ് ആയിരുന്നെങ്കിൽ ഫയലിൽ ന്യൂ ടെസ്റ്റ് കേസ് കൊടുക്കുക. ദെൻ എന്താക്കുന്നു, ഞാൻ അഗെയിൻ റെക്കോർഡ് ഞെക്കുന്നു, URL എൻ്റർ ചെയ്തു. ഇനിയൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റാസ് കൊടുക്കാം. എല്ലാം ഇൻവാലിഡ് ഡാറ്റാസ് 1 2 3 8 ഞാൻ AB ഇതിന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പം ഇത് കൊടുത്തു. ഇമെയിൽ എന്ന് പറയുന്നത് ഞാൻ 1 2 3 കൊടുത്തു. ഫോൺ നമ്പർ ഞാൻ ABC കൊടുത്തു. ബ്രൗസ് ചെയ്തപ്പോൾ ഇമേജ് ബ്രൗസ് ചെയ്യുന്നതിന് പകരം ഞാൻ PDF ബ്രൗസ് ചെയ്തു. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. അപ്പോഴും ഇതേ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇവിടെ ഇങ്ങനെ റെഡ് കളർ വന്നിട്ടുണ്ടെങ്കിലും എന്താണ്, നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് വന്നത്. ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തു. ഇനി എന്താക്കുന്നു, ഫയലിൽ സേവ് ടെസ്റ്റ് കേസ് ആസ് എന്താണ് ഇൻവാലിഡ് ഡാറ്റാസ് സേവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ് കേസ് എടുക്കുക. ഫയലിൽ ന്യൂ ടെസ്റ്റ് കേസ് എടുത്തു, റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു, ഇത് റീഫ്രഷ് ചെയ്തു. ഇനി ഞാൻ നെയിമിൻ്റെ മാത്രം ടെസ്റ്റ് കേസ് എഴുതാൻ പോവാണ്. നെയിമിൽ ഞാൻ ഫസ്റ്റ് നമ്പേഴ്സ് കൊടുക്കണം, ദെൻ ബാക്കിയൊക്കെ വാലിഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെയിം മാത്രം, നെയിമിന് വേണ്ടിയിട്ട്, നെയിം എന്ന ഫീൽഡിന് വേണ്ടി മാത്രം ഞാൻ എന്താക്കുന്നു, ടെസ്റ്റ് കേസ് എഴുതാൻ പോകുന്നതാണ്. ഫോൺ നമ്പർ 1 2 3 ഓക്കെ, വാലിഡ് ആയിട്ട് ഇത് കൊടുക്കാം. മലയാളം ചൂസ് ചെയ്തു. ബ്രൗസ് ഞാൻ ഇമേജ് തന്നെ എടുത്തു, സബ്മിറ്റ് കൊടുത്തു. അപ്പോഴും സബ്മിറ്റഡ് സക്സസ്ഫുള്ളി വന്നു. ഞാൻ എന്താക്കുന്നു, ടെസ്റ്റ് സ്യൂട്ട് ഓഫ് ചെയ്തു. ഇതെന്താക്കി സേവ് ചെയ്യുന്നു, ഫയൽ സേവ് ടെസ്റ്റ് കേസ് ആസ് ഇൻവാലിഡ് നെയിം ആൻഡ് വാലിഡ് ഡാറ്റാസ്. ബാക്കിയൊക്കെ വാലിഡ് ആയിരുന്നു അല്ലേ. ഇൻവാലിഡ് നെയിം ആസ് നമ്പർ അല്ലേ, നെയിം ആസ് നമ്പർ ആൻഡ് വാലിഡ് ടെസ്റ്റ് ഡാറ്റ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഫയൽ നെയിം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി അതുപോലെ ഞാൻ അടുത്തൊരു ടെസ്റ്റ് കേസ് എഴുതുന്നു. ഫയലിൽ ന്യൂ ടെസ്റ്റ് കേസ് കൊടുത്തു, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നെയിമിൻ്റെ അവിടെ നേരത്തെ നമ്പേഴ്സ് ആയിരുന്നു കൊടുത്തത്, ഇനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുത്തു, ഏജ് 23, ബാക്കിയൊക്കെ വാലിഡ് തന്നെ. അങ്ങനെ ഓരോ ഫീൽഡിന് നമ്മൾ എന്താക്കണം, ടെസ്റ്റ് കേസുകൾ എഴുതണം. ക്ലിയർ ആയോ? ഓരോ ഫീൽഡിനും വെറൈറ്റി കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് കേസ് എഴുതണം. ഓക്കെ, ബ്രൗസ് കൊടുത്തു, അപ്പോഴും സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ദെൻ ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തു. ഫയലിൽ സേവ് ടെസ്റ്റ് കേസ് ആസ് എന്താണ് ഇൻവാലിഡ് നെയിം തന്നെയാണ്, പക്ഷെ എന്താണ് നെയിം ആസ് നമ്പേഴ്സ് അല്ല, നെയിം ആസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇനി ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ടെസ്റ്റ് സ്യൂട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞത്. സേവ് ടെസ്റ്റ് സ്യൂട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് സേവ് ആവാൻ വേണ്ടിയിട്ട്. എല്ലാം സേവ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഫോം ഒന്ന് നോക്കി നീക്കട്ടെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്താക്കുക, ഇനി ഞാൻ ഓരോ ടെസ്റ്റ് കേസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. വാലിഡ് ഡാറ്റാസ് എന്നുള്ള ടെസ്റ്റ് കേസ് എടുത്തു. ഇത് എക്സിക്യൂട്ട് ഞാൻ സ്ലോ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരൊറ്റ കറണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ രണ്ടാമത്തെ പ്ലേ ബട്ടനാണ് ചെയ്യേണ്ടത്, കറണ്ട് ടെസ്റ്റ് കേസ്. അപ്പോൾ ഓരോന്നായിട്ട് വരും. പേര് എൻ്റർ ചെയ്തു, ഏജ് എൻ്റർ ചെയ്തു, ഒക്കെ ഓരോന്നായിട്ട് എൻ്റർ ആയിട്ട് വരും. ബ്രൗസ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ്, ഇത് പാസ്സായി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓരോന്ന് എൻ്റർ ആയിട്ട് വരുന്നുണ്ട്.
നെയിം ഇത് പോസ് ചെയ്ത് വെക്കണമെങ്കിൽ ഇത് ഇപ്പുറത്തെ പോസ് ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ അതെ ആ ഫോൺ നമ്പറിന് അവിടെ പോസ് ആയിട്ട് വന്നു. ലാംഗ്വേജ് സെലക്ട് ആയിട്ടില്ല, അതാണ് ഈ യെല്ലോ കളറിൽ കാണിക്കുന്നത്. നെഗെയിൻ നമ്മൾ റിസ്യൂം ചെയ്യുമ്പോൾ അതും സെലക്ട് ആയി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരും. ഓക്കെ, എല്ലാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ്, ഒരു ഫെയിലിയറും ഇല്ല. ഇനി എനിക്ക് കംപ്ലീറ്റ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഈ പ്ലേ എൻ്റയർ ടെസ്റ്റ് സ്യൂട്ട് എന്ന് കണ്ടോ, അത് കൊടുക്കാം. അപ്പം എല്ലാം എക്സിക്യൂട്ട് ആയിട്ട് വരും. കേട്ടോ, ഓരോന്ന് എക്സിക്യൂട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ റെഡ് കളർ വന്നാലും എന്താണ്, സബ്മിറ്റ് ആവുന്നുണ്ട് ഡാറ്റാസ്. അങ്ങനെ സബ്മിറ്റ് ആവാൻ പാടില്ല. റെഡ് കളറും വരും വേണം, അവിടെ സബ്മിറ്റ് ആവാനും പാടില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ സെലീനിയം IDEയുടെ വർക്കിംഗ് മനസ്സിലായോ? ഈ ടെസ്റ്റ് കേസുകൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വർക്കിംഗ് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്താക്കുന്നുണ്ട്, ഇനി അടുത്ത കുറച്ച് ടൂൾ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. കുറച്ച് കമാൻഡ്സ് ആണ് വരുന്നത്, അത് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഈ വർക്കിംഗ് നിങ്ങൾ എന്താക്കുക, ഇപ്പം ഞാൻ 4 ടെസ്റ്റ് കേസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ? നിങ്ങൾ രജിസ്ട്രേഷൻ ഫോമിന്റെ ഓൾറെഡി മാനുവൽ ടെസ്റ്റിങ്ങിന് കുറേ ടെസ്റ്റ് കേസുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്താക്കുക, നിങ്ങളുടെ ടെസ്റ്റ് കേസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഞാനിവിടെ ആകെ 4 ടെസ്റ്റ് കേസ് എഴുതിയിട്ടുള്ളൂ. പക്ഷെ നെയിമിന്റെ ആകെ 2 കോമ്പിനേഷൻ നമ്പർ വെച്ചിട്ടും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടും മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും നിങ്ങൾ എന്താക്കുക, ടെസ്റ്റ് കേസ് എഴുതി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് സബ്മിറ്റ് ചെയ്ത് തരണം. സബ്മിറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കൂടിയിട്ട് ടെസ്റ്റ് സ്യൂട്ട് ആക്കിയിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് എന്താക്കാം, ഇതിലായിരുന്നു അതേ കണ്ടോ, രജിസ്ട്രേഷനിൽ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ദേ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ടെസ്റ്റ് സ്യൂട്ട്. ഓക്കെ, അപ്പം ഇത് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സോ യാ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ മറക്കാതെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യേണ്ട മെയിൽ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ GPay നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അത് വളരെ